പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധി വന്നു കഴിയുമ്പോൾ വിദ്യാർത്ഥികളുടെ അഡ്മിഷനായി കോളേജിൽ ഹാജരാവണം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അഡ്മിഷൻ സംബന്ധമായ നിർദ്ദേശങ്ങൾക്കും പെർമനന്റ് ടെമ്പററി അഡ്മിഷൻ മുന്നോട്ട് വെക്കും, തേർഡ് അലോട്ട്മെന്റ് എന്നാന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കും, അഡ്മിഷന് പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കും എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പം തുടങ്ങാം അല്ലേ? ഓക്കെ. പ്രസിദ്ധീകരണത്തിന് UG, FI, UGP, FI, IMP രണ്ടാം അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ. ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ. അപ്പോൾ തുടങ്ങാം. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ 28/6/2026 ജൂൺ 28 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വരുന്നതായിരിക്കും. ഇവിടെ ജൂൺ 28 2 മണിക്ക് അലോട്ട്മെന്റ് വരും. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലല്ലോ. ഓക്കെ. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടതും, രണ്ടാം അലോട്ട്മെന്റിൽ ആദ്യമായി അലോട്ട്മെന്റ് ലഭിച്ചവർ അഡ്മിഷൻ ഫീസ് ഓൺലൈനായി നിർബന്ധമായും അടച്ചതിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ 2026 ജൂലൈ 4 അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടതാണ്. ഇവിടെ പറയുന്നതിലാണ്, നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡറ്ററി ഫീസ് നിങ്ങൾ അടയ്ക്കണം. ജനറലിന് 1035 രൂപയാണ്. SC STക്ക് 960 ഈ ഫീസ് നിങ്ങൾ അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്, സാർ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയൊരു കുട്ടിയാണ് ഞാൻ, ആ ടൈമിൽ ഞാൻ മാൻഡറ്ററി ഫീ അടച്ചിന്, ഇനി ഞാൻ വീണ്ടും അടയ്ക്കണം? വേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കുകയും മാൻഡറ്ററി ഫീസ് അടച്ച് രണ്ടാം അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി വീണ്ടും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. ഓക്കെ. എന്നാൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ മാൻഡറ്ററി ഫീ അടയ്ക്കണം. അതിനുശേഷം ജൂലൈ 4 പ്രവേശനം നേടണം. ജൂലൈ 4 നിങ്ങളുടെ കോളേജിൽ പോയി പ്രവേശനം നേടണം. SBI ePay വഴിയാണ് പേയ്മെൻറ്റുകൾ അടയ്ക്കേണ്ടത്. SBI ePay വഴി അടയ്ക്കണം. മറ്റ് രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണം വെച്ചാലും പരിഗണിക്കുന്നല്ല. അഡ്മിഷൻ ഫീസ് 1035 രൂപയാണ്. SC ST വിഭാഗങ്ങൾക്ക് 960. ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ ലഭിച്ചാൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിങ്ങൾ ഫീസ് അടച്ചൊരു കുട്ടിയാണെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ അതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെന്റ് ലഭിച്ചാൽ ഫീസ് അടയ്ക്കേണ്ട. നിശ്ചിത അഡ്മിഷൻ ഫീസ് ഒടുക്കി കോളേജിൽ പ്രവേശനം നേടാത്തവർ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്താകും. രണ്ടാം അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടണം. ഇൻ കേസ് നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടിയില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രവേശന പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നത് മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. കോളേജ് പ്രവേശനം 1-2 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായി കോളേജിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ 28/6/2026 മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാകും. 1-2 അലോട്ട്മെന്റുകളിൽ പ്രവേശനം ലഭിക്കുന്നവർക്ക് ജൂൺ 28 മുതൽ അലോട്ട്മെന്റ് മെമ്മോ ലഭ്യമാകുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോയിൽ നൽകിയിരിക്കുന്ന കാലയളവിൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. എന്തെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതാത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനകം പോകാൻ പറ്റിയില്ല എങ്കിൽ ആ വിവരം കോളേജ് പ്രിൻസിപ്പളിനെ അറിയിക്കേണ്ടതാണ്. കോളേജിൽ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ID ചെയ്യേണ്ട വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അബാർ ID ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ട് തരാം.
അലോട്ട്മെന്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും അഡ്മിഷൻ സമയത്ത് പ്രവേശന സമയത്ത് അതാത് കോളേജിൽ ഹാജരാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അലോട്ട്മെന്റ് മെമ്മോ. നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചപ്പോൾ ഒരു പ്രിന്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് വേണം. നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ വേണം. രജിസ്ട്രേഷൻ ഫീസ്, അത് 600 രൂപ അടച്ച ഫീസ്. പിന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ച റിസീറ്റ്. ഞാനിപ്പോൾ പറഞ്ഞ 1035 960 അത് അടച്ചതിൻ്റെ ഫീസ്. അപ്പം ജനറൽ വിഭാഗത്തിന് 1035, SC/ST വിഭാഗങ്ങൾക്ക് 960. യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്. യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്. ജനനതീതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ ജനനതീതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം എന്താണ്, നിങ്ങളുടെ SLC മതിയാവും. ഓക്കെ. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC, കോഴ്സ് ആൻഡ് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഇനി എന്താണ്, അസൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് SC/ST വിഭാഗങ്ങൾക്ക് മാത്രമാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് OEC വിഭാഗങ്ങൾക്കാണ്. OEC വിഭാഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. EWS വിഭാഗമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. EWS ഉള്ളവർ EWS വിഭാഗമാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അസൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്. SC/BC വിഭാഗങ്ങൾക്ക് നോൺ ക്രിമിനറി സർട്ടിഫിക്കറ്റ് വേണം. ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ്. NSS, NCC, SPC, സ്പോർട്സ്, ഗാർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. HSC, VHSC, THSC, CBSE, CISE, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റ് ബോർഡിൽ നിന്നും യോഗ്യത നേടിയ പരീക്ഷ പാസ്സായവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റീകോർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് ഈ കാണുന്ന ബോർഡുകളിൽ നിന്നെല്ലാം അല്ല നിങ്ങൾ പരീക്ഷ ജയിച്ചതെങ്കിൽ അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റീകോർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നേറ്റിവിറ്റി തെളിയിക്കുന്ന ഏതെങ്കിലും 2 രേഖ. അതിന് മറ്റേ SLCയും നിങ്ങളുടെ ആധാറോ മറ്റെന്തെങ്കിലും രേഖ ഹാജരാക്കിയാൽ മതിയാകും. അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ PWD കാറ്റഗറിയിൽ പെടുന്നവർ അല്ലെങ്കിൽ ജവാന്റെ മക്കളാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. ഈ ടെമ്പററി അഡ്മിഷൻ. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നവർ ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ചു, നിങ്ങൾക്ക് ആ കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഓക്കെ. ഇതിനായി അവർ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റുകളെല്ലാം ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ മറ്റ് ഫീസുകൾ കോളേജിൽ അടയ്ക്കേണ്ട. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണ്ട, കോളേജുകളിൽ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അടുത്ത അലോട്ട്മെന്റിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. ഇപ്പം 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ച കുട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തു, ആ കുട്ടിക്ക് 4, 3, 2, 1 ഓപ്ഷൻ കിട്ടിയാൽ അങ്ങോട്ട് മാറേണ്ടതാണ്. അല്ലാത്ത പക്ഷം അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകും. 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ച കുട്ടിക്ക് അടുത്ത അലോട്ട്മെന്റിൽ 5ാം ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ച കുട്ടിക്ക് അടുത്ത അലോട്ട്മെന്റിൽ 4, 3, 2, 1 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറണം, ഇല്ലെങ്കിൽ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകും. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജിൽ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലവിലില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ച് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെന്റ് മെമ്മോ പ്രകാരമുള്ള രീതിയിൽ പ്രവേശനം നേടണം. അതായത് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ ഫീസും അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടി വരും. കോളേജിൽ സ്ഥിരപ്രവേശനം നേടുന്നവർ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടി വരുന്നതാണ്. അതായത് ഈ ചില വിദ്യാർത്ഥികൾക്കൊരു ധാരണയുണ്ട്, ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർ മാത്രം ഹയർ ഓപ്ഷൻ നോക്കിയാൽ പോരെയെന്ന്. അല്ല, ഡിഗ്രിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ചൊരു കുട്ടി പെർമനന്റ് അഡ്മിഷൻ എടുത്തു, അവിടെ പെർമനന്റ് സീറ്റ് എടുത്തു. ടെമ്പററി അഡ്മിഷനിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തു, എല്ലാ ഫീസും അടച്ച്. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ പെർമനന്റ് അഡ്മിഷൻ അല്ലേ എടുത്തത്, ഇനി എൻ്റെ ഓപ്ഷൻ മാറൂല, 4, 3, 2, 1 ഓപ്ഷനുകൾ എന്ത് ചെയ്യൂല, ക്യാൻസൽ ചെയ്യൂല. അപ്പോൾ ക്യാൻസൽ ചെയ്യാതെ വെക്കും. ഇൻ കേസ് അങ്ങനെ ക്യാൻസൽ ചെയ്യാതെ വെക്കുകയും 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ പെർമനന്റ് എടുത്തു, 4, 3, 2, 1 ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ല, പക്ഷേ 3ാം അലോട്ട്മെന്റ് ജൂലൈ 14-നാണ്. ഈ ജൂലൈ 14 വരാൻ പോകുന്ന 3ാം അലോട്ട്മെന്റിൽ 4, 3, 2, 1 ഓപ്ഷനുകൾ കിട്ടിയാൽ അങ്ങോട്ട് മാറേണ്ടി വരും. അപ്പം ആ കുട്ടി പറയാണ്, അയ്യോ ഞാൻ 5ാമത്തെ ഓപ്ഷൻ പെർമനന്റ് അഡ്മിഷൻ എടുത്തതാണ്,
അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ആക്കാതിരുന്നത്. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. എനിക്ക് ആ 5ാമത്തെ വേണം. ഇപ്പം കിട്ടിയ 4, 3, 2 ഒന്നിൽ ഏതെങ്കിലും ഒന്ന് വേണ്ട. പഴയ 5ാമത്തെ തന്നെ മതി എന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം മുകളിലത്തെ ഓപ്ഷനിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നിർബന്ധമായും അങ്ങോട്ട് മാറേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 0497-276-6388 അല്ലെങ്കിൽ 0497-271-5227. ഇമെയിൽ ugdoa@kannur.ac.in നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ഫോർ ദ തിങ്സ് വാച്ചിങ് ബൈ.